യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശരി ഡോക്ടർ. ഭാവന, ഭാവന, ഡോക്ടർ, ഭാവനെ, 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 ഡോക്ടർ, ഡോക്ടർ, ഭാവനയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആണോ? വാ. ഭാവന, 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 ഭാവൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്? പറയൂ. അത് ഡോക്ടർ സൂര്യന് പറയാനാ ശ്രമിക്കുന്നത്. ലതാ, ചുണ്ടൊന്ന് നനച്ചു കൊടുക്കൂ. ഭാവന, ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം. ഓക്കെ ഡോക്ടർ. ലത എപ്പോഴും ഭാവനയുടെ അടുത്തേക്ക് ഉണ്ടാവണം. സൂര്യോ ഭാവനയോ അല്ലാതെ മറ്റാരും ഭാവനയുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കരുത്. ഓക്കെ ഡോക്ടർ. ഡോക്ടർ അകത്തേക്ക് പോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ വിവരങ്ങൾ ചോദിച്ചറിയണം. ലത അകത്തുള്ളതുകൊണ്ട് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സൂര്യ. അമ്മേ, ഭാവനയ്ക്ക് ഇനി ബോധം വീഴാൻ മണിക്കൂറിലെടുക്കില്ലേ? അമ്മ വീട് വരെ പോയിട്ട് വേണ്ട, അവള് കണ്ണു തുറന്നതിന് ശേഷം ഞാൻ പൊക്കോളാം. അല്ലാതെ പോയാ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആന്റി. അതുമല്ല, ഭാമയെ സുഖമില്ലാതിരിക്കല്ലേ. ഈ സമയത്ത് ഭാമയെ ശ്രദ്ധിക്കണ്ടേ? അമ്മ പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ടല്ലോ. അമ്മ പോയിട്ട് സമാധാനത്തിൽ വന്നാ മതി. ഭാവനയ്ക്ക് ഒന്നുമില്ല അമ്മേ. അമ്മ വിഷമിക്കാതെ, അവളെ നമ്മുടെ അച്ഛൻ കാത്തോളും. എന്നാ പിന്നെ ഡോക്ടർ വന്നിട്ട് പോവാം. എങ്കിൽ പിന്നെ എനിക്ക് സമാധാനം. എന്നാ അത് മതി അമ്മേ. എല്ലാവരും കൂടി ഇവിടെ നിൽക്കണമെന്നില്ല. ഒന്നോ രണ്ടോ പേര് നിന്നാ മതി. എന്റെ മൂക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പൾസ് റേറ്റ് ഒക്കെ നോർമലാണ്. ഫിസിക്കൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടെന്ന് ബോധം വീണാലേ പറയാൻ പറ്റും. പിന്നെയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ വൈകിപ്പോയതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഭാവനയ്ക്കുണ്ട്. ഭാവനയ്ക്ക് കൃത്യസമയത്ത് ഓപ്പറേഷൻ നടക്കാത്തതിന്റെ കാരണക്കാരൻ ആ ശ്രീറാം ഡോക്ടറാണല്ലോ. പണം അടച്ചാലേ ഓപ്പറേഷൻ നടക്കുള്ളൂ അയാൾ വാശി പിടിച്ചോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തൊക്കെയായാലും MD വരട്ടെ, വന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. സൂര്യ, അബോധാവസ്ഥയിലും ഭാവന സൂര്യയുടെ പേര് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ സൂര്യ ആ സമയത്ത് ക്യാഷ് അടച്ചില്ലായിരുന്നെങ്കിൽ ഭാവനയ്ക്ക് എന്തും സംഭവിക്കുമായിരുന്നു. താങ്കളെപ്പോലെ ഒരു ഫ്രണ്ടാണ് ഭാവനയുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഭാവനയുടെ ബോധം തെളിഞ്ഞതിന് ശേഷം ഒരു സ്കാനിങ് കൂടി ചെയ്യാനുണ്ട്. അപ്പോഴേക്കും MDയും വരും. ഞാൻ ഓൾറെഡി MDക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഡോക്ടർ. എന്താവശ്യമുണ്ടെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞാൽ മതി. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇനി ഭാവനയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. അക്കാര്യത്തിൽ ഇനിയൊരു ടെൻഷൻ സൂര്യക്ക് വേണ്ട. ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ അറിയാതെ ഒരു ഡോക്ടറും ഭാവന അറ്റൻഡ് ചെയ്യില്ല. അത് മതി ഡോക്ടർ. എന്നാ ശരി, എന്തുണ്ടെങ്കിലും അറിയിച്ചാൽ മതി. ശരി. ഓക്കെ ഡോക്ടർ. അമ്മേ, ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? ഇനി അമ്മ പോയിട്ട് വാ, ചെല്ല്.
പറയുന്നത് കേക്കമ്മേ, അമ്മ പോയിട്ട് വാ. ഞാൻ പോവാം. മോനെ, മോനകത്ത് ചെന്ന് അവളെ കണ്ടിട്ട് വാ. മോന്റെ സാമീപ്യം അവൾ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവും. അവളുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, ഈ അവസ്ഥയിലും അവളും മോനെ മാത്രമേ ഓർക്കുന്നുള്ളൂ. ചെന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് അമ്മ പോവാ. സൂര്യ, അമ്മ ഇപ്പൊ തന്നെ മാനസികമായിട്ട് അകത്ത് തകർന്നിരിക്കോ? ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അമ്മയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. അതങ്ങനെയല്ലേ ചെയ്തോട്ടാ. പെറ്റമ്മയോളം നൊമ്പരം മറ്റാർക്കും ഉണ്ടാവില്ല, അല്ലേ ആൻറ്റി? എന്റെ ഓർമ്മയിൽ ഭാവന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആദ്യമായിട്ട്. ശരിയല്ല ആൻറ്റി? അതെ മോനെ, ഇടയ്ക്കൊക്കെ വരുന്ന പനി പോലും അവള് ഗൗരവമായിട്ട് കാണാറില്ല. എന്റെ മോൾക്ക് ഇങ്ങനൊരു വിധിയായിരിക്കും ദൈവം കരുതി വെച്ചേക്കുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ ആൻറ്റി. അവൾക്കൊന്നുമില്ല, എല്ലാം നേരെയാവും. ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി. പാവം, സൂര്യക്ക് തന്നെ വിഷമമുണ്ട്. സൂര്യ കാണാൻ വന്നിടത്ത് വെച്ചല്ലേ ഭാവനയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് പിന്നെ കാണാതിരിക്കോ? മാത്രമല്ല, കൺമുന്നിലല്ലേ ഏതൊരു സാമുദ്രിക ഇങ്ങനെ ഒരു ചതി ചെയ്തത്. നോക്കിക്കോ, ഇത് ചെയ്തവൻ ആരായാലും ദൈവം ഇതിലും വലിയ അപകടമായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതുവരെ ഒന്നും അവന് സമയം കൊടുക്കത്തില്ല മായെ. അവൻ ആരാണെന്നും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയേണ്ട താമസമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഭാവന, 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 ഇത് ഞാനാ, നിന്റെ സൂര്യ. ഭാവന, സൂര്യ, ഭാവനയുടെ ഓർമ്മകളിലെല്ലാം സൂര്യയാണ്. അത് തുടക്കം മുതലേ ഞങ്ങൾക്ക് ബോധ്യമായതാ. ഈ അവസ്ഥയിലും സൂര്യയുടെ ഓർമ്മകളും സാമീപ്യവും തന്നെയാ ഭാവന ആഗ്രഹിക്കുന്നത്. ഭാവന, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനെപ്പോഴും തൻ്റെ അടുത്ത് തന്നെയുണ്ട്. താനില്ലാതെ ഞാനുണ്ടാവില്ല. ഇതൊക്കെ ദൈവവിധിയായിട്ട് മാത്രം കണ്ടാൽ മതി. ദൈവത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഇതുപോലെ ശിക്ഷിക്കുകയായിരിക്കും.